എഴുന്നേറ്റ് നിൽക്കാം. സ്വർഗീയ രാജനായി നമ്മുടെ ഒപ്പമായിരിക്കുന്ന ഈ സമയം ഇത് അനുഗ്രഹത്തിന്റെ സമയമാണ് പ്രിയമുള്ളവർ. സ്വർഗത്തിന്റെ ഇടപെടലിന്റെ സമയം. സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് മാലാഖമാരോട് ചേർന്ന് കർത്താവേ നമ്മെ ആരാധിക്കുന്നു. ജീവനും ജീവിതവും ഞങ്ങൾ സമർപ്പിക്കുന്ന ദൈവമേ, ഞങ്ങൾക്കുള്ളതെല്ലാം നിന്റെ ദാനമാണെന്ന് ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു. 37-ാം സങ്കീർത്തനം 5-ാം വചനം. എൻ്റെ ജീവിതം കർത്താവിന് സമർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. കർത്താവിലേക്കെല്ലാം സമർപ്പിച്ചു. എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം, എൻ്റെ ആരോഗ്യം, എൻ്റെ കുഞ്ഞുങ്ങളും, എൻ്റെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതയുടെ മേഖലകൾ ശക്തനായവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് വിശ്വാസത്തോടെ ആരാധിക്കും. പൂർണ്ണമായ സമർപ്പണം, ഉള്ളുമുള്ളതും സമർപ്പിക്കുന്നു. 1 കൊരിന്തോസ് 4:7. നിനക്ക് അഹങ്കരിക്കാൻ എന്താണുള്ളത്? എല്ലാം ദാനമായിരിക്കെ അല്ല എന്ന മട്ടിൽ നീ എന്തിനഹങ്കരിക്കും? കർത്താവേ സമർപ്പിക്കുന്നു, എല്ലാം സമർപ്പിക്കുന്നു, എല്ലാം അങ്ങേ ഏൽപ്പിക്കുന്നു. ദൈവമേ, നീ തന്നതെല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയും എന്നിൽ നിന്ന് ലഭിക്കാത്തതായി ഒന്നുമില്ല എന്ന് ഏറ്റുപറഞ്ഞു എന്നെ പൂർണ്ണമായി നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പൂർണ്ണമായി ഈ
നമ്മളെ സമർപ്പിച്ചു. പ്രിയമുള്ളവരെ, ഇരു കരങ്ങളും ദിവികാരുണ്യേശോയിലേക്ക് ഉയർത്തിപ്പിടിച്ചു. നിന്റെ കരങ്ങളിൽ നിന്റെ കുടുംബമുണ്ട്, നിന്റെ കരങ്ങളിൽ നിന്റെ കുഞ്ഞുങ്ങളുണ്ട്, നിന്റെ കരങ്ങളിൽ നിന്റെ പ്രതിസന്ധികളുണ്ട്, നിന്റെ കരങ്ങളിൽ നിന്റെ രോഗങ്ങളുണ്ട്. നീ ഏൽപ്പിക്കുന്നു ദിവികാരുണ്യേശോയിലേക്ക്, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഈ ഗാനത്തോട് ചേർന്ന് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. പ്രിയമുള്ളവരെ, ഉള്ളതെല്ലാം സമർപ്പിച്ചൊന്ന് സ്തുതിച്ചേ. തമ്പുരാന്റെ മുമ്പിൽ അധരം തുറക്കട്ടെ, തമ്പുരാന്റെ മുമ്പിൽ ഹൃദയം തുറക്കട്ടെ, തമ്പുരാന്റെ മുമ്പിൽ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടട്ടെ. യേശുവേ ആരാധന, സ്തുതി, ദൈവമേ മഹത്വം. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം. വെളിപാട് 19:6 വലിയ ജനക്കൂട്ടത്തിൻ്റെ ശബ്ദം പോലെ, പെരുവെള്ളത്തിൻ്റെ മുഴക്കം പോലെ, ഗംഭീരനാദത്തിൻ്റെ ശബ്ദം പോലുള്ളൊരു സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ സ്തുതികളോട്, സ്വർഗത്തിൻ്റെ സ്തുതികളോട് ചേർന്ന് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പരിശുദ്ധാത്മാഭിഷേകം നമ്മളിലേക്ക് വ്യാപരിക്കട്ടെ. ദിവികാരുണ്യത്തിൽ നിന്ന് ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കട്ടെ. വെളിപാട് പുസ്തകം 4:8 ആയിരിക്കുന്നവനുമായിരുന്നവനും വരാനിരിക്കുന്നവനുമായവൻ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗത്തിൻ്റെ സ്തുതികളോട്, സ്വർഗത്തിൻ്റെ സ്തുതികളോട് ചേർന്ന് ഒരു പൂർണ്ണ സമർപ്പണം. വെളിപാട് 22:13 ആദിയും അന്തിയുമായവനോട് ഒരു പരിപൂർണ സമർപ്പണം. യേശുവേ സമർപ്പിക്കും, യേശുവേ സമർപ്പിക്കും, യേശുവേ സമർപ്പിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ നമ്മളായിരിക്കുകയാണ്. ഈശോയുടെ മുന്നിൽ ആയിരിക്കുന്ന ഈ അനുഗ്രഹത്തിൻ്റെ സമയം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയുടെ പരിത്യാഗത്തിൻ്റെ ദിനമായി ഏറ്റെടുക്കുന്നു. നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ജനസമൂഹത്തെ, വിശ്വാസ സമൂഹത്തെ ദിവ്യകാരുണ്യ ഈശോയോട് ചേർത്ത് വെച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയും മധ്യസ്ഥം വഹിക്കുകയും ചെയ്യാം. തമ്പുരാൻ്റെ കരങ്ങളിലേക്കെല്ലാം സമർപ്പിക്കാൻ നമ്മൾ പാകപ്പെടട്ടെ. നമ്മൾ അന്വേഷിക്കേണ്ടത് യഥാർത്ഥമായ ശക്തിയിലേക്കാണ്. ചേർന്ന് നിൽക്കേണ്ടത് കരത്തിന് ശക്തിയുള്ളവൻ്റെ, കരുത്തുള്ളവൻ്റെ കരങ്ങളിലേക്ക്. യാക്കോബ് ശ്ലീഹ 4:8 പറയുന്നില്ലേ, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. നമ്മുടെ ജീവിത മേഖലകളിലെല്ലാം ഉറപ്പുവരുത്തേണ്ട ഒരു മേഖലയാണ് കർത്താവിനോട് ചേർന്ന് നിൽക്കുക. പരിശുദ്ധ അമ്മയുടെ ആലയത്തിൽ അഭിമന്യ പിതാക്കന്മാരിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മയുടെ ഒരുമിച്ച് ചേർത്തിരിക്കുന്നത് ഒരു വലിയ നിയോഗത്തിന് വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 6:44 എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല. കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് അമ്മയുടെ ആലയത്തിൽ നമ്മെ വിളിച്ചു ചേർത്ത് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ആഗോള സഭയ്ക്ക് വേണ്ടി, ഭാരത സഭയ്ക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി വലിയ പ്രതിസന്ധികളിലൂടെ, വിശ്വാസ പ്രതിസന്ധിയിലൂടെ, സഹനത്തിലൂടെ കടന്നു പോകുന്ന ജനതയ്ക്ക് വേണ്ടി നിലവിളിക്കാനാണ്. ഇത് നിലവിളിയുടെ ദിനമാകട്ടെ. പ്രിയമുള്ളവരെ, പിതാവ് ഓർമ്മപ്പെടുത്തിയ പോലെ ഇത് ത്യാഗത്തിൻ്റെയും നിലവിളിയുടെയും മധ്യസ്ഥ പ്രാർത്ഥനയുടെയും ദിനമാകട്ടെ. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, വിലാപത്തിൻ്റെ പുസ്തകം 2:18 സിയോൻ പുത്രി, നീ ഉച്ചത്തിൽ നിലവിളിക്കുക, രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് ഉച്ചത്തിൽ നിലവിളിക്കുക. വഴിക്കവലകളിൽ തളർന്നു വീഴുന്ന എൻ്റെ മക്കളുടെ ജീവന് വേണ്ടി കരങ്ങൾ ഉയർത്തി നിലവിളിക്കുക. വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ
നമ്മുടെ രാജ്യം കടന്നു പോകുന്നു, വിശ്വാസ സമൂഹം കടന്നു പോകുന്നു, നമ്മുടെ മക്കളൊക്കെ കടന്നു പോകുന്ന ഒരു പ്രതിസന്ധിയുടെ മേഖലയുണ്ട്. ഇത് നിലവിളിയുടെ സമയമാ. തമ്പുരാന്റെ പക്കലേക്ക് ഉയരേണ്ട ഒരു നിലവിളി, ഒരു വിശ്വാസത്തിൻ്റെ നിലവിളി. അവൻ്റെ മുന്നിൽ രക്ഷയുണ്ട്, അവൻ്റെ മുന്നിൽ സൗഖ്യമുണ്ട്. ചേർന്ന് നിൽക്കേണ്ടവനോടൊപ്പമാകട്ടെ നമ്മുടെ നിൽപ്പ്. മാനുഷിക സംവിധാനങ്ങളിലേക്ക് ചിന്ത പോകാതിരിക്കട്ടെ. കരുത്തുള്ളവൻ്റെ കരങ്ങളിലേക്ക് ചേർന്ന് നിൽക്കാൻ നമ്മൾ പാകപ്പെടട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യം ബുദ്ധിയുടെ വലിപ്പവും കരുത്തും മറ്റു മേഖലകളുമല്ല. ആവശ്യമായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കരുത്ത അഭിഷേകത്തിൻ്റെ തീയാണ് നമ്മളിൽ ഇറങ്ങേണ്ടത്. പന്തക്കുസ്താ ദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ കരവലയങ്ങൾക്കുള്ളിലാ ആദ്യ പന്തക്കുസ്താ സംഭവിച്ചു. നമുക്കറിയാം, അമ്മ ഇന്ന് നമ്മളെ ഈ അമ്മയുടെ മടിത്തട്ടിൽ ഒരുമിച്ച് ചേർത്തിരിക്കുമ്പോൾ നടപടി പുസ്തകം 1:14 നമ്മൾ വായിക്കുന്ന പോലെ അവരെല്ലാവരും അമ്മയുടെ കരവലയങ്ങൾക്കുള്ളിലേക്ക് മനസ്സോടെ പ്രാർത്ഥനയിലായിരുന്നു. നടപടി 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ പന്തക്കുസ്താ ദിന സമാഗതമായപ്പോൾ കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ളൊരു ശബ്ദം അവരിരുന്ന ഭവനങ്ങളിൽ ആവസിച്ചു. ഓരോരുത്തരുടെയും മേൽ പരിശുദ്ധാത്മാവ് അഗ്നിനാവായി ഇറങ്ങി. വചനം ഓർമ്മപ്പെടുത്തുന്നു, അവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. കർത്താവിൻ്റെ ആത്മാവ് ഈ തിരുമണിക്കൂറിൽ നമ്മെ ശക്തിപ്പെടുത്തട്ടെ. നാം പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾക്ക് മേലിറങ്ങട്ടെ, അഗ്നിയായി അഭിഷേകമായി ഇറങ്ങട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഒരു പരിശുദ്ധാത്മാഭിഷേകം നമ്മളിലേക്ക് വ്യാപരിക്കട്ടെ. ആത്മാവായി ദൈവം ഇറങ്ങട്ടെ, നമ്മെ കരുത്ത് പിടിപ്പിക്കട്ടെ. നമ്മുടെ കൂട്ടായ്മകളും ഇടവകകളും സമൂഹങ്ങളും അതിരൂപതയുമൊക്കെ കരുത്ത് പ്രാപിക്കട്ടെ. ഇന്ത്യയിലെ 174 രൂപതകൾ, അതിരൂപതാധ്യക്ഷന്മാര്, മെത്രാന്മാര്, വൈദികര്, സന്യസ്തര്, മറ്റ് വിശ്വാസ സമൂഹങ്ങൾ മുഴുവനും കരുത്തായി മാറട്ടെ എന്ന് തീക്ഷണതയോടെ ആഗ്രഹിച്ച് ഈ അഭിഷേകത്തിൻ്റെ അഗ്നി, ദിവികാരുണ്യത്തിൽ നിന്ന് അഗ്നി നമ്മളിലേക്ക് ഒഴുകട്ടെ. ലൂക്കാ 19 അവനെ ഒന്ന് സ്പർശിക്കാൻ ജനങ്ങൾ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സൗഖ്യപ്പെടുത്തിയിരുന്നു. പ്രിയമുള്ളവരെ, സൗഖ്യത്തിൻ്റെ, വിശുദ്ധീകരണത്തിൻ്റെ ദിവികാരുണ്യ അഗ്നി നമ്മളിലേക്ക് ഒഴുകട്ടെ. നമുക്ക് പാടി പ്രാർത്ഥിക്കുക. ആത്മാവായ ദൈവം നമ്മളിലേക്ക് ഒഴുകട്ടെ. ദിവികാരുണ്യത്തിൽ നിന്ന് കരുത്തായി നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിലേക്ക് മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പാട്. ആദ്യ പന്തക്കുസ്തായുടെ ജ്വലനാവർത്തിക്കട്ടെ. പരിശുദ്ധ അമ്മയിൽ ജ്വലിച്ച പരിശുദ്ധാത്മാവ്, സ്ത്രീഹന്മാരെ ജ്വലിപ്പിച്ച പരിശുദ്ധാത്മാവ്, രക്തസാക്ഷികളെ ജ്വലിപ്പിച്ച പരിശുദ്ധാത്മാവ് നമ്മളെ ജ്വലിപ്പിക്കട്ടെ. പുതിയൊരു അഭിഷേകം എനിക്ക് തരണമേ. ആദ്യ പന്തക്കുസ്തായിൽ വീണ്ടും ജ്വലിക്കട്ടെ. ഇതൊക്കെ 1:35 സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. കർത്താവിൻ്റെ ആത്മാവിൻ്റെ മേലും വലിയ കരുത്തായി കടന്നു വരട്ടെ. നടപടി പുസ്തകം 1:8 സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലെ യൂദയായാലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെ
നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. കർത്താവിൻ്റെ സാക്ഷികളാകാൻ പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് പരിശുദ്ധാത്മാഭിഷേകമാണ്. അഭിഷേകത്തിൻ്റെ അഗ്നി ഇറങ്ങിയാൽ മാത്രമേ വിശ്വാസത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയൂ. അഭിഷേകത്തിൻ്റെ അഗ്നി ഇറങ്ങിയാൽ മാത്രമേ വിശ്വാസം ജീവിക്കാൻ നമ്മൾ പാകപ്പെടൂ. ഗലാത്യ 5:16 വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുക, ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്തരുത്. ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മീയ അഭിലാഷങ്ങൾ ജഡത്തിനെതിരാണ്. അവ പരസ്പരം എതിർക്കുന്നതിനാൽ ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവ് നമ്മളെ വീണ്ടും അഭിഷേകത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരട്ടെ. ജഡത്തിൻ്റെ പ്രേരണകളിൽ നിന്നൊക്കെ വഴിമാറാൻ നമ്മൾ പാകപ്പെടട്ടെ. അഭിഷേകത്തിൻ്റെ ആത്മാവ് നമ്മളെ സൂക്ഷിക്കട്ടെ. സഭയ്ക്ക് മുഴുവൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലായിടത്തേക്കും ഈ വലിയ രൂപിയുടെ ഇടപെടൽ സംഭവിക്കും. ബുദ്ധിയുടെ അന്ധകാരത്തിൻ്റെ മേഖലകളെല്ലാം വിട്ടുപോകട്ടെ. 2 കൊരിന്തോസ് 4:4 ആത്മാവ്, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. കർത്താവിൻ്റെ ആത്മാവ് നിറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ദേവൻ നിർവീര്യമാകും. കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭാവം ഈ ലോകദേവനെ പ്രോത്സാഹിപ്പിക്കും, പോഷിപ്പിക്കും. അവരുടെ മക്കളിലേക്ക് ആവസിക്കുന്നത് ഈ ലോകത്തിൻ്റെ ദേവനാ. വിശ്വാസ ജീവിതം വിട്ടുപോകാൻ പ്രേരിപ്പിക്കുന്നത് ഈ ലോകത്തിൻ്റെ ദേവനാ. 1 കൊരിന്തോസ് 2:14 ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാണ്. ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാണ്. ആത്മീയരാകട്ടെ പ്രിയമുള്ളവരെ, ആത്മാവ് നിയന്ത്രിക്കട്ടെ. ജീവിത മേഖലകളൊക്കെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. അഭിഷേകത്തിൻ്റെ ആത്മാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം വഴിമാറട്ടെ. വിട്ടുപോയ മേഖലകൾ ക്രമപ്പെടുത്താൻ, പാകപ്പെടാതെ നീങ്ങി നിൽക്കുന്ന ജീവിത മേഖലകളൊക്കെ ക്രമപ്പെടുത്താൻ വഴിയൊന്നേ ഉള്ളൂ. പരിശുദ്ധാത്മാവിലേക്ക് ജീവിതം ചേർത്ത് വയ്ക്കുക, വിശുദ്ധിയിലേക്ക് ജീവിതത്തെ ചേർത്ത് കൊണ്ടുവരിക. അഭിഷേകം ജ്വലിക്കുന്നത് വിശുദ്ധിയിലാണ്. റോമാ 6:14 നിങ്ങളിനി നിയമത്തിൻ്റെ കീഴിലല്ല, നിങ്ങളിനി കൃപയ്ക്ക് കീഴിലാണ്. അതുകൊണ്ട് പാപം നിങ്ങളെ സ്പർശിക്കുകയില്ല. പാപം സ്പർശിക്കാതെ ജീവിതത്തെ ശുദ്ധിയോടെ സൂക്ഷിക്കാം. ഈ കാലഘട്ടത്തിന് കഴിയണമെങ്കിൽ അഭിഷേകത്തിൻ്റെ അഗ്നി എപ്പോഴും സൂക്ഷിക്കപ്പെടണം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയായി ദിവസം നമുക്ക് മാറട്ടെ. ഇവിടെ പ്രാർത്ഥന നിയോഗങ്ങളിലേക്ക് ഈ അഭിഷേകത്തിൻ്റെ അഗ്നി നീങ്ങട്ടെ. എല്ലാ നിയോഗങ്ങളെയും നമുക്കൊരിക്കൽ കൂടി ദിവികാരുണ്യ ഈശോയിലേക്ക് ചേർത്ത് വയ്ക്കാം. സഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി സഹിക്കുന്ന ജനത ഈ നമ്മുടെ രാജ്യത്തുണ്ട്. നമ്മളെ വലിയ മുറിപ്പാടോടെ, വലിയ വേദനയോടെയാ മണിപ്പൂരിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്, അറിയുന്നത്, കേൾക്കുന്നത്. ഒരുപാട് വിശ്വാസം ഉള്ളിൽ സൂക്ഷിക്കുന്നതിൻ്റെയും കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നിലനിൽക്കുന്നതിൻ്റെയും പേരിൽ വലിയ സഹനങ്ങൾ ഏറ്റെടുക്കുന്നവരാ. പക്ഷേ ഭയപ്പെടേണ്ട, പരിശുദ്ധാത്മശക്തി അവരിലൊക്കെ ശക്തമാണ്. പ്രിയമുള്ളവരെ, തൃശ്ശൂർ അതിരൂപതയുടെ വൈദികൻ ഫാദർ ആൻ്റണി മേനാച്ചേരി അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ മണിപ്പൂരിൽ പൗരോഹിത്യ സ്വീകരണത്തിന് ഒരുക്കമായ ശുശ്രൂഷ സമയത്ത് സേവനം ചെയ്തതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. മണിപ്പൂരിലെ ഒരു ഗ്രാമത്തിൽ അദ്ദേഹം ശുശ്രൂഷയ്ക്ക് പോയ പഴയൊരു കാലം. ഇന്നത്തെ ഈ സഹനാനുഭവത്തിൻ്റെ വലിയ വെളിപ്പെടുത്തലുകൾ വന്നപ്പോൾ ആ കൂട്ടായ്മയോർത്ത് അദ്ദേഹം വിലപിച്ചു. ഫോണെടുത്ത് കുറേ ദിവസങ്ങൾക്ക് മുൻപ് ആ വലിയ സംഘടന നടക്കുന്ന സമയത്ത്, വലിയ അസ്വസ്ഥത വാർത്തകളിലൂടെ പ്രവേശിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഈ വൈദികൻ മണിപ്പൂരിലെ പഴയ സുഹൃത്തുക്കളായിട്ടുള്ളവരുടെ നമ്പറിലേക്ക് ഫോൺ വിളിച്ചു. പ്രിയമുള്ളവരെ, അച്ഛൻ വലിയ സഹനത്തോടെ, വേദനയോടെയാണ് വിളിച്ചു. അങ്ങേ ഭാഗത്ത് ഫോണെടുത്തവരെ തിരിച്ചു പറഞ്ഞത് ഇങ്ങനെയാ: അച്ഛാ, ഞങ്ങളെ ഓർത്ത് നിങ്ങൾ വിലപിക്കേണ്ട, ഞങ്ങളെ ഓർത്ത് നിങ്ങൾ വിലപിക്കേണ്ട. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1:21-23 കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. ഈശോയിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള കൃപാവരം യേശുക്രിസ്തുവിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അച്ഛാ, ഞങ്ങളെ ഓർത്ത് ആരും കരയേണ്ട. ഈശോയുടെ വിശ്വാസം ഉള്ളിൽ സ്വീകരിച്ചപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ചറിഞ്ഞതാ അവനെ അനുഗമിക്കുന്നവൻ നടക്കേണ്ട വഴി കുരിശിൻ്റേതാണെന്ന്. ഞങ്ങളതുകൊണ്ട് അസ്വസ്ഥരല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. പ്രിയമുള്ളവരെ, അച്ഛൻ കഴിഞ്ഞ ദിവസം അത് പങ്കുവെച്ചപ്പോൾ വലിയൊരു അഭിഷേകത്തിൻ്റെ തീ നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്നത് പോലെ, അല്ല ജ്വലിക്കേണ്ടതല്ലേ എന്ന്
ഇത് കരങ്ങൾ ഉയർത്തേണ്ട സമയമാണ്. അവർക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഉള്ളിലും ഈ തീ ജ്വലിക്കട്ടെ. കർത്താവിന് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, വചനത്തിന് വേണ്ടി സാക്ഷികളാകാൻ പാകപ്പെടട്ടെ. റോമാ 8:15 നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ആത്മാവ് മുഖേന നിങ്ങൾ അവിടുത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുന്നു. പരിശുദ്ധാത്മദാനം നിറയുമ്പോൾ ചുറ്റുപാടുകളിലേക്ക് നോക്കുകയില്ല പ്രിയമുള്ളവരെ. ജനം നോക്കുക മുകളിലേക്കാ, വിശുദ്ധി നിറഞ്ഞവൻ നോക്കുക മുകളിലേക്കാ, ജഡം നിറഞ്ഞവൻ നോക്കുക ചുറ്റുപാടിലേക്കാ. നടപടി പുസ്തകം 7:54 മുകളിലേക്ക് നോക്കിയൊരു മനുഷ്യനെ കണ്ടെത്തും. പേര് എസ്തപ്പാനോസ് എന്ന. അവൻ നോക്കിയത് മുകളിലേക്കാ. അവൻ്റെ നെറുകയിലേക്ക് കല്ല് വന്ന് പതിക്കുമ്പോൾ അവന് ലഭിച്ചത് സ്വർഗത്തിൻ്റെ ദർശനമാ. മാലാഖമാർ ഇറങ്ങുന്നു, കയറുന്നു. വാനമേഘങ്ങളിൽ ദൈവപുത്രൻ സിംഹാസനസ്ഥനായിരിക്കുന്നു. സമാധാനം നിറഞ്ഞൊരനുഭവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവ് നമ്മളെ ജ്വലിപ്പിക്കട്ടെ. ദൈവസന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം. അഭിഷേകത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് ആവഹിക്കട്ടെ. സ്വർഗം കാണാൻ, വിശുദ്ധിയിലേക്ക് ഉയരാൻ, ആത്മീയ നവീകരണത്തിലേക്ക് ഒരു പടി കൂടി ഉയരാൻ ആഗ്രഹിച്ചു സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ ആരാധന, സ്തുതി, മഹത്വം കർത്താവേ. അഭിഷേകം ജ്വലിക്കട്ടെ, കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ, കുഞ്ഞുങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഭാരതസഭ മുഴുവനും ജ്വലിക്കട്ടെ. വിശ്വാസ സമൂഹം ശക്തി പ്രാപിക്കട്ടെ. 174 രൂപതകൾ, അതിൻ്റെ ഇടയന്മാര്, അതിലെ ശുശ്രൂഷര്, വൈദികര്, സന്യസ്തര്, വിശ്വാസ സമൂഹം ഒരു പുതിയ പന്തക്കുസ്താനുഭവത്തിലേക്ക് കടക്കട്ടെ. കർത്താവേ, ഞങ്ങൾ നിലവിളിക്കുന്നു, അവർക്ക് വേണ്ടി നിലവിളിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗമിടപെടണമേ, സ്വർഗമിടപെടണമേ. നടപടി പുസ്തകം 4:30 അവിടുത്തെ പരിശുദ്ധദാസനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗശാന്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ കർത്താവേ കരം നീട്ടണമേ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവരിരുന്നാലയം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഈ ആലയത്തിൽ നമ്മുടെ നിലവിളിയും പ്രാർത്ഥനയിലൂടെ ഭാരതസഭയിലേക്ക് ചൈതന്യം ഒഴുകട്ടെ, എല്ലാവരിലേക്കും കൃപയൊഴുകട്ടെ. നമ്മുടെ മക്കളിലേക്കൊരു വിശുദ്ധീകരണം സംഭവിക്കട്ടെ. കുഞ്ഞുങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ, യുവജനങ്ങളെല്ലാം വിശുദ്ധീകരിക്കപ്പെടട്ടെ, മാതാപിതാക്കളെല്ലാം ശുദ്ധീകരിക്കപ്പെടട്ടെ. അവനെ ഒന്ന് സ്പർശിക്കാൻ ജനങ്ങൾ അവസരം പാർത്തിരുന്നു. എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ സൗഖ്യപ്പെടുത്തും, നമ്മളെ ശുദ്ധീകരിക്കട്ടെ. അഭിഷേകത്തിൻ്റെ ആത്മാവ് നമ്മളെ ഒരു പുതിയ അനുഭവത്തിലേക്ക് കൊണ്ടുപോകട്ടെ. ഈ ലോകത്തിൻ്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ നമ്മൾ പ്രാപ്തരാകട്ടെ. കർത്താവിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നില്ലേ, 1 കൊരിന്തോസ് 15:19 സഹനാനുഭവങ്ങളിലെല്ലാം നമ്മൾ ഉള്ളിൽ സൂക്ഷിക്കേണ്ട വചനമാ പ്രിയമുള്ളവർ. സഹനാനുഭവങ്ങളിലെല്ലാം ഉള്ളിൽ സൂക്ഷിക്കേണ്ട വചനം. ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചവരാണ് നിങ്ങളെങ്കിൽ എല്ലാ മനുഷ്യരെക്കാളും ഭോഷന്മാരാ നിങ്ങൾ. കർത്താവിനെ നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ എന്തെങ്കിലും മെച്ചമുണ്ടാകുമെന്ന് കരുതിയല്ല. വിശുദ്ധർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാ. 40കളിൽ ഈ ലോകം വിട്ട് സ്വർഗത്തിലേക്ക് യാത്രയായ വിശുദ്ധാത്മാക്കള്, വിശുദ്ധ സെബസ്ത്യാനോസ്, വിശുദ്ധ അന്തോനീസ്, വിശുദ്ധ ഫ്രാൻസിസ് അസീസി എല്ലാം ഓർമ്മപ്പെടുത്തുന്ന ഒറ്റ കാര്യമാണ്: ജീവിത സ്വർഗത്തിലേക്ക് പാകപ്പെടുത്തും. കർത്താവിന് വേണ്ടി സഹിക്കുന്നവരെല്ലാം ഇന്നുള്ളിൽ സൂക്ഷിക്കുന്നത് ഈ വലിയ ബോധ്യമാപ്രിയമുള്ളൂ. നമുക്ക് ആഴപ്പെടാം. ഈ നോമ്പുകാലത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ദിവസം, കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിക്കാൻ എത്തിച്ചേർത്തിരിക്കുന്ന ഈ അനുഗ്രഹത്തിൻ്റെ ദിവസം നമ്മളിലേക്കൊരു പുതിയ അഭിഷേകവും ഒരു പുതിയ ഉൾക്കാഴ്ചയും പ്രവേശിക്കട്ടെ. എസെക്കിയേൽ പ്രവാചകൻ 36:25 ഇന്ന് സംഭവിക്കട്ടെ. നിങ്ങളുടെ മേൽ ഞാൻ ശുദ്ധജലം തളിക്കും, സകല മാലിന്യങ്ങൾ നിന്നെ ഞാൻ ശുദ്ധീകരിക്കും. എൻ്റെ ഹൃദയം ഞാൻ ശിലാഹൃദയം മാറ്റി മാംസളഹൃദയം സ്ഥാപിക്കും. ഒരു പുതിയ ചൈതന്യം നിന്നിൽ ഞാൻ നിക്ഷേപിക്കും. എൻ്റെ കൽപ്പന കാക്കുന്നതിൽ ശ്രദ്ധയുള്ളവനാക്കി നിന്നെ ഞാൻ മാറ്റും. നമ്മളെല്ലാം വ്യാപരിക്കട്ടെ. വികാരണീശോയുടെ മുന്നിൽ നമ്മളിലൂടെ ഈ അഭിഷേകം നമ്മുടെ കുടുംബത്തിലേക്ക്, ഭാരതസഭയിലേക്ക് പടരട്ടെ. യോഹന്നാൻ 17:19 ഈശോയുടെ ഒരു അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയുണ്ട് പ്രിയമുള്ളവർ. ശിഷ്യന്മാർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നതാണ്. സഭയ്ക്ക് വേണ്ടിയുള്ള ഈശോയുടെ പ്രാർത്ഥന. ഈശോ പ്രാർത്ഥിച്ചത് പിതാവേ, എല്ലാവരും വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു.
മാതാപിതാക്കളെ നിങ്ങൾക്കുള്ള വചനമാ, അഭിഷിക്തരെ ഞങ്ങൾക്കുള്ള വചനമാ, സന്യസ്തരെ നിങ്ങൾക്കുള്ള വചനമാ, ശുശ്രൂഷകരെ നിങ്ങൾക്കുള്ള വചനമാ. എല്ലാവരും കൂട്ടായ്മകളും ഭവനങ്ങളും വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി, എന്നെ ഏൽപ്പിക്കപ്പെട്ട ഭവനം വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി, എന്നെ ഏൽപ്പിക്കപ്പെട്ട മക്കൾ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു. നാം ഓരോരുത്തരുടെയും വിശുദ്ധീകരണം സഭയുടെ വിശുദ്ധീകരണത്തിലേക്ക് നീങ്ങുകയാണ്. 1 തെസ്സലോനിക്ക 4:3 നിങ്ങളുടെ വിശുദ്ധീകരണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ വിശുദ്ധീകരണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈശോയുടെ മുന്നിൽ നമുക്ക് ശാന്തമാകാം. കർത്താവ് നമ്മളെ ഒരു പുതിയ ഉൾക്കാഴ്ചയിലേക്ക്, പുതിയ തീരുമാനത്തിലേക്ക് നയിക്കട്ടെ. നമുക്ക് ശാന്തമായിരിക്കാം. ഈശോയുടെ മുന്നിലിരുന്ന് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈശോയിൽ നിന്ന് നമ്മളിലേക്ക് ശക്തി ഒഴുകുന്ന സമയമായത്, കർത്താവിൻ്റെ ദിവികാരുണ്യത്തിൽ നിന്ന് ശക്തി ഒഴുകുന്ന സമയമായത് നമുക്ക് ഏറ്റെടുക്കാൻ. പ്രിയമുള്ളവരെ, ഹൃദയം തുറക്കട്ടെ, ഹൃദയം തുറക്കട്ടെ. മനസ്സ് അധരം ശാന്തമാകുമ്പോൾ ഹൃദയം തുറക്കട്ടെ, ഹൃദയത്തിലേക്ക് അഗ്നി ഒഴുകട്ടെ. ദിവികാരുണ്യത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് വലിയ അമൂല്യമായ തിരുരക്തത്തിൻ്റെ ഓഹരി എൻ്റെ ഹൃദയത്തിലേക്ക് ഒഴുകട്ടെ. കാൽവരിമലയുടെ നെറുകയിൽ 3 ആണികളിൽ കിടക്കുന്നവനിലേക്ക് യോഹന്നാൻ 19:34 പടയാളികളിൽ ഒരുവൻ അവൻ്റെ തിരുവിലാവിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ രക്തവും വെള്ളവും ഒഴുകി. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തി. അവിടെ നിന്ന് ഒഴുക്കപ്പെട്ട തിരുശരീര രക്തങ്ങളുടെ യോഗ്യതയാ വീണ്ടെടുക്കപ്പെട്ട നമ്മുടെ ജീവിതം. 1 കോരിന്തോസ് 6:19 കർത്താവിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നില്ലേ? ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിന്റെ ശരീരമെന്ന് നീ അറിയുന്നില്ലേ? നീ നിന്റെ സ്വന്തമല്ല, നീ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാ. ഈശോയുടെ തിരുവിലാവിലെ ജലം കൊണ്ട്, രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ടവരാ നമ്മൾ. അബോധ്യത്തോടെ ഈശോയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. ഈശോയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. സഭയോട് നമുക്ക് ചേർന്ന് നിൽക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വലിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം നീങ്ങുകയാണ്. അനർത്ഥങ്ങൾ, അരാജകത്വ സംവിധാനങ്ങളൊന്നും ഇവിടെ സംജാതമാകാതിരിക്കട്ടെ. ദൈവത്തിൻ്റെ ഇടപെടൽ എല്ലായിടത്തേക്കും വ്യാപരിക്കട്ടെ. നമ്മുടെ ശക്തമായ പ്രാർത്ഥനയിലൂടെ, പരിത്യാഗത്തിലൂടെ തിന്മയുടെ മേഖലകളെല്ലാം നിർവീര്യമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. തിന്മയുടെ മേഖലകളെല്ലാം നിർവീര്യമാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ പറയുന്നുണ്ടല്ലോ മർക്കോസ് 9:29 പ്രാർത്ഥനയും പരിത്യാഗം കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല. പ്രാർത്ഥനയും പരിത്യാഗം കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവുകയില്ല. തിന്മയുടെ ശൈലികൾ എവിടെയെല്ലാം ഉണ്ടോ, തിന്മ എവിടെയെല്ലാം പെരുകുന്നുണ്ടോ, പ്രിയമുള്ളവരെ, ഉപദേശങ്ങളും ഭീഷണികളും ശാസനകളും ഒന്നും വിലപ്പോവില്ല. തിരിയേണ്ടത് കർത്താവിലേക്കാ, കഴിവുള്ളവൻ്റെ കരങ്ങളിലേക്ക്. അതുകൊണ്ടാ നമ്മൾ വായിക്കുന്നു 2 മക്കവായർ 3-ാം അധ്യായത്തിൻ്റെ 18 തങ്ങളുടെ ദേവാലയം അത് അശുദ്ധീകരിക്കപ്പെടും, അവഹേളിക്കപ്പെടുമെന്ന് അറിഞ്ഞ് ഭവനം വിട്ട് ജനങ്ങൾ ദേവാലയത്തിലേക്ക് എത്തി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. തങ്ങളുടെ വിശുദ്ധ സ്ഥലം അവഹേളിക്കപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞ് ജനം വീടുകൾ വിട്ട് ഒരുമിച്ച് കൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി എന്ന് വചനം ഓർമ്മപ്പെടുത്തുക. 2 മക്കവായറിൽ 3-ാം അധ്യായത്തിൻ്റെ 18-20 വചനങ്ങൾ. ഇത് കരങ്ങൾ ഉയർത്തേണ്ട സമയമാണ്. വീടുകളിലും വ്യക്തിപരമായ പ്രാർത്ഥന നിയോഗങ്ങളിലും എല്ലാം ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തേണ്ട സമയമാണ്. ഉന്നതങ്ങളിലേക്ക് ചിന്തകൾ ഉയരേണ്ട സമയമാണ്. ത്യാഗത്തോടെ, പ്രാർത്ഥനയോടെ സഭാസമൂഹത്തെ ശക്തിപ്പെടുത്തേണ്ട സമയമാണ്. മോശയുടെ കരങ്ങൾ ഉയർത്തപ്പെട്ട് നിന്നപ്പോൾ ഇസ്രായേൽ ജനം യുദ്ധത്തിൽ വിജയിച്ചു. അവൻ്റെ കരം താണപ്പോൾ അവര് പരാജയം അനുഭവിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. കരങ്ങൾ സഭാസമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക്, വിശുദ്ധീകരണത്തിന്, നവീകരണത്തിന് വേണ്ടി നമ്മളെല്ലാം ഒരുമിച്ച് കരമുയർത്തി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, ത്യാഗങ്ങളിലേക്ക് ജീവിതം വഴിമാറട്ടെ. കൂടുതൽ ത്യാഗ ജീവിതത്തിലേക്ക് നമുക്ക് വഴിമാറാം. പ്രാർത്ഥനയും പരിത്യാഗം കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോവില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു മാർഗം നമ്മൾ അന്വേഷിക്കരുത്. പ്രാർത്ഥനയുടേതല്ലാത്ത, പരിത്യാഗത്തിൻ്റെതല്ലാത്തൊരു മാർഗം നമ്മൾ അന്വേഷിക്കരുത്. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ആയുധം അതാ. എഫെസസ് 6:10
വചനത്തിലൂടെ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തിയില്ല. അവസാനമായി കർത്താവിലും അവൻ്റെ ശക്തിയുടെ പ്രാഭവത്തിലും നിങ്ങൾ കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ ചെറുത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക. തിരിച്ചറിവിലേക്ക് നമുക്ക് വരാം. തിരിച്ചറിവിലേക്ക് നമുക്ക് വരാം. പൂർണ്ണമായി ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്തെ, സഭയെ, ശുശ്രൂഷകരെല്ലാം സമർപ്പിച്ച് ഒരു പുതിയ അഗ്നി ഈ പ്രാർത്ഥനയുടെ സമയത്ത് കർത്താവേ എല്ലായിടത്തേക്കും വ്യാപരിക്കണമേ, എല്ലാവരിലേക്കും വ്യാപരിക്കണമേ. ഞങ്ങളിലൂടെ ഈ അഗ്നി ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ ഇടവകയിലേക്ക്, ഞങ്ങളുടെ സമൂഹത്തിലേക്ക് വ്യാപരിക്കണമേ. ഞങ്ങളെ വീണ്ടും അടിമത്തത്തിലേക്ക് വിധേയപ്പെടാൻ ഇടകൊടുക്കരുത്. സ്വാതന്ത്ര്യത്തിലേക്ക് വിളിച്ച് ഞങ്ങൾ അടിമത്തത്തിലേക്ക് ഇനി വീണ്ടും പോകാൻ ഇടവരരുത്. എഫെസസ് 4:27 കർത്താവ് തന്നെ പറയുന്നുണ്ട്, സാത്താന് അവസരം കൊടുക്കരുത്, അവൻ അടിമത്തത്തിൻ്റെ ആത്മാവാ. യോഹന്നാൻ 8:34 പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാ. തിന്മയുടെ സ്വാധീനങ്ങൾക്ക് അവസരം കൊടുക്കുന്നിടത്തെല്ലാം അവൻ്റെ അടിമത്തമുണ്ട്. കർത്താവിൻ്റെ ഇടപെടൽ യോഹന്നാൻ 8:36 പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. നമ്മുടെ എല്ലാ മേഖലകളിലേക്കും ഈശോയുടെ സ്വാതന്ത്ര്യം, ഇടപെടൽ കടന്നു വരട്ടെ. കുടുംബങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക്, സഭാസമൂഹത്തിലേക്ക്, ഭവനങ്ങളിലേക്ക്, സംഘടനകളിലേക്ക്, സംവിധാനങ്ങളിലേക്കെല്ലാം കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ സംഭവിക്കട്ടെ. അന്ത്യകാലത്തിൻ്റെ ഒരു അഭിഷേകം നമ്മളിലേക്ക് വ്യാപരിക്കട്ടെ. എല്ലാവരെയും ശക്തിപ്പെടുത്തുന്ന ഒരു അഭിഷേകം, ആത്മാവായ ദൈവത്തിൻ്റെ ഒരു അഭിഷേകം. എവിടെയെല്ലാം താണുകിടക്കുന്ന, വീണുകിടക്കുന്ന, അസ്വസ്ഥരായിരിക്കുന്ന ജീവിത മേഖലകളുണ്ടോ അതെല്ലാം ശക്തിപ്പെടുന്നത് ഈ അഭിഷേകത്തിലാണ്. അതുകൊണ്ടാണ് യെശയ്യാപ്രവാചകൻ 40:30-31 വചനം, കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. കഴുകനെ പോലെ അവൻ ചിറകടിച്ചുയരും. നടന്നാലും അവൻ തളരുകയില്ല, ഓടിയാലും ക്ഷീണിക്കുകയില്ല. കർത്താവ് അവനെ ശക്തിപ്പെടുത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരിക്കൽ കൂടി എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഒരു അഭിഷേകം ആഗ്രഹിച്ച് ഈ തിരുമണിക്കൂറിലൂടെ നമ്മളിലെല്ലാം ഒരു പരിശുദ്ധാത്മകൃപ ജ്വലിക്കാൻ ആഗ്രഹിച്ച് അന്ത്യകാലത്തിൻ്റെ ഒരു അഭിഷേകം, പരിശുദ്ധാത്മാവ് നടപടി പുസ്തകത്തിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു അഭിഷേകം നമ്മളിലെല്ലാം ജ്വലിക്കാൻ ആഗ്രഹിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അഭിഷേകം സകല ജനത്തിലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയണമേ. അന്ത്യകാലാഭിഷേകം സകല ജനത്തിലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാലാഭിഷേകം സകല ജലത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവൻ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ ഒരു ജ്വലനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് നമ്മളെല്ലാം ശക്തി പ്രാപിക്കുക. ഭയപ്പാടോടെ ആകുലചിത്തരായി ഒളിച്ചു നടന്ന സ്ലീഹന്മാരിലേക്ക് പന്തക്കുസ്തായുടെ തീ നിറഞ്ഞപ്പോഴാണ് എല്ലാം ഏറ്റെടുക്കാൻ അവർ പാകപ്പെട്ടത്. നടപടി പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ 40 വചനങ്ങളിൽ കർത്താവിൻ്റെ ആത്മാവ് പത്രോസിനെ ജ്വലിപ്പിക്കുന്നതാണ്. പത്രോസും പൗലോസും കർത്താവിൻ്റെ നാമത്തെ പ്രതി സഹനങ്ങളേറ്റു കഴിഞ്ഞപ്പോൾ,
സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും അവൻ്റെ നാമത്തെ പ്രതി സഹിക്കാൻ ലഭിച്ചതിനെ ഓർത്ത് മണിപ്പൂരിലെ മക്കൾ പങ്കുവെച്ച വാക്കുകളിൽ അതുതന്നെയാണ്. ഈശോയെ പ്രതി സഹിക്കാൻ ലഭിക്കുന്ന അവസരത്തെ ഓർത്ത് സന്തോഷിക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. ഭാരപ്പെടേണ്ടതില്ല, കരുത്ത് കൊടുത്താൽ മതി. പരിശുദ്ധാത്മ കരുത്ത് വിട്ടുപോകാതെ അവരെല്ലാം ശക്തിപ്പെടുത്താൻ, സഭാ സമൂഹത്തെയൊക്കെ ശക്തിപ്പെടുത്താൻ നമ്മുടെ വിശുദ്ധീകരണത്തിന് സാധിക്കും. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. പുറപ്പാട് പുസ്തകം 1-ാധ്യായത്തിൻ്റെ 12 ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവർ, പീഡിപ്പിക്കും തോറും അവർ വർദ്ധിക്കുകയും വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇസ്രായേൽ സമൂഹത്തെക്കുറിച്ചുള്ള വചനത്തിൻ്റെ വെളിപ്പെടുത്തല. പീഡിപ്പിക്കും തോറും അവർ വർദ്ധിക്കുകയും വ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. സഹനാനുഭവങ്ങളിലൂടെ സഭ ഒരിക്കലും വിട്ടുപോയിട്ടില്ല, തീർന്നു പോയിട്ടില്ല, തഴച്ചിട്ടേ ഉള്ളൂ. രക്തസാക്ഷികളുടെ ചുടുനിളം വീണെടുത്തെല്ലാം സഭ വളരെ ശക്തിയോടെ വളർന്നിട്ടേ ഉള്ളൂ. നീക്കപ്പെടേണ്ട അന്തഛിദ്രത്തിൻ്റെ ഇടപെടലുകളാ, ഉള്ളിൻ്റെ പുഴുക്കുത്തുകളാ, മാലിന്യത്തിൻ്റെ സാത്താൻ്റെ കെണികളുടെ മേഖലകളാ, അവയെല്ലാം നിർവീര്യമാകട്ടെ. അഭിഷേകം നിറയുമ്പോൾ ഈ മേഖലകളൊക്കെ തനിയെ നിർവീര്യമായിക്കൊള്ളും. പാടി പ്രാർത്ഥിക്കാം. കന്മലയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് നിറച്ച പോലെ അത്തിമഴയായി പെയ്യണമേ. കന്മലയിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് നിറച്ച പോലെ അത്തിമഴയായി പെയ്യണമേ. ഈ പോലെ ഇറങ്ങണമേ, അത്തിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഈ പോലെ ഇറങ്ങണമേ, അത്തിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഭാരതസഭയെ നമ്മൾ ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം ഇതര ഭാഷാ മേഖലകളിലുള്ളവരെ കൂടി നമ്മൾ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. നമ്മളെ കേട്ടുകൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്ത് ഈ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്നവരെ കൂടി ഉള്ളിച്ചേർത്ത് ഈ ആരാധനയെ നമ്മൾ അവരിലേക്ക് കൂടി പങ്കുവയ്ക്കുന്നു. Please be seated. Let us close our eyes, open our inner eyes and look at Jesus. The Almighty and loving God is in our midst. He has called us, chosen us. O loving Lord, once again we offer this day of fasting and intercession at your feet. We surrender our whole nation before you, Lord. You sees our hearts. He sees our pains and sorrows. You are the answer for everything. We know only to worship you, Lord. We know only to adore you, Lord. When we worship, when we adore, we see, we believe that you answer our prayer. Let us sing together. Light of the world, you step down into darkness. Open my eyes, let me see beauty that makes his heart adore you. Hope of a life spent with you. Light of the world, you step down into darkness. Open my eyes, let me see beauty that makes his heart adore you. Hope of a life spent with you. Here I am to worship,
You're my God. We're altogether loving, altogether worthy, altogether wonderful to me. King of all days, most highly exalted, glorious in heaven above. Humbly you came to the earth you created, all for love's sake became poor. Here I am to worship. Here I am to worship, here I am to bow down, here I am to say that you're my God. Brought together loving, altogether worthy, altogether wonderful to me. Seek the Lord while he may be found. Call upon him while he is near. God of mercy, as citizens of your kingdom, we ask you to inspire us and guide us as we prepare to participate in the upcoming election. We thank you for the privilege of being able to have a say in our governance. Lord, have mercy on us. Have mercy on us, Lord. Have compassion on us. Lord, have mercy and compassion as we are here in your presence. Lord, have mercy and compassion. Here we are here in your presence. We ask for eyes that are free from blindness, so that we might see each other as brothers and sisters, one and equal in dignity. We ask for ears that will hear the cries of the oppressed, abused, tolerance. Let us lift up our right hand towards Jesus and we sing together, have mercy and compassion. Lord, have mercy and compassion as we are here in your presence. Lord, have mercy and compassion as we are here in your presence. Jeremiah chapter 33, 3 verse. Call to me and I will answer you and show you great and mighty things which you do not know. We see a government uphold the Constitution and protects human rights and justice for all, regardless of race, class, gender, or religion. Awaken your people to know that they are not called to flee from their responsibility, but rather be responsible for renewing the world. May the same hands lifted up to you in prayer be used to exercise their choice in the voting booth. Let us lift up our hands, all the hands that exercise their choice in the voting booth. Let us offer our forthcoming election and ask the Lord to have mercy on us. We sing together. Lord, have mercy and compassion as
hands towards Jesus and praise together. Have mercy on us, Lord. Have mercy on us. Have mercy on us, Lord. We thank you, Father. We thank you, Son. We thank you, Holy Spirit. Hallelujah. We pray for discernment so that we may choose leaders committed to justice and to the sanctity and dignity of human life. Psalmist says in 54:1 and 2, "By your name, O God, save me. By your might, vindicate me. Hear my prayer, O God. Listen to the words of my mouth." Yes, Lord, protect our nation from violence and may your peace reign over our land, over all of us and over each and everyone in this country. Let us ask the Lord to pour out His Spirit upon our country and upon each and every person in this country. We sing together, "Pour out your Spirit." We welcome Holy Spirit into our life. If you can, please stand up and we sing together, pour out your Spirit. Pour out your Spirit. Pour out your Spirit. Pour out your Spirit on us. Jesus, pour out your Spirit. Pour out your Spirit. Pour out your Spirit on us. Lift up our both hands towards Jesus and we surrender the northeast and all the parts of our country, especially the states where people are suffering. They have no right to exercise their freedom. We offer each one of them before the Lord and sing together, "Pour out your Spirit upon them." Pour out your Spirit. Pour out your Spirit. Pour out your Spirit on us. Jesus, pour out your Spirit. Pour out your Spirit. Pour out your Spirit on us. We sing together and praise together. Hallelujah. Hallelujah. Jesus, we praise you. Jesus, we thank you. Jesus, we glorify you. Hallelujah. 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 Hallelujah.
we stand up and pray for a while. Join our hands, close our eyes, experience the living presence of our Lord in our midst. He is so close to us. He wants to speak our hearts. He wants to touch our body, mind and soul. Let us, in the silence of our heart, we again intercede for our country, our nation, for all the suffering people. Let us close our eyes, join our hands. In the silence of our heart, we ask the Lord to stretch out His hands and save everyone, those who are waiting to get freedom and love and healing touch. Our Father, loving God, we thank you for these times of trial. We see in them your special call for our sanctification. O merciful Father, you have promised, if my people who are called by name humble themselves, pray and turn from their wicked ways, then I will forgive their sins and heal their land. Receive the humble supplications of your people. We sing together, Lord, hear our prayer. 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 Sing together. Lord, hear our prayer. Lord, hear our prayer. Lord, hear our prayer. Lord, hear our prayer. Those who can, please kneel down for a moment. We receive the final blessing. Surrender all our intentions, everything before the Lord. Then now the Lord is going to bless us. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരേ ബോധമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും
മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. ഈടത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാ മിശിഹാതൻ ദിവ്യനിളം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നന്മലയാ കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജരുമാ